അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണ്. അടച്ചുപൂട്ടൽ തുടരുന്നുണ്ട്. ട്രംപിന് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും മാജിക് അറിയാമോ? മാജിക്കാണ് ട്രംപ് ഈ കാലങ്ങളിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. അമേരിക്ക ഫസ്റ്റ്, അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അമേരിക്കയെ പടുകുഴിയിൽ ആഴ്ത്തിയിരിക്കുന്നു. അമേരിക്ക ഏതാണ്ട് ക്ലോസ് ഡൗൺ സ്റ്റേജിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ധനവിനിയോഗ ബില്ല് പാസ്സാക്കാത്തതോടുകൂടി അവരുടെ രാജ്യത്തെ സർക്കാരിന്റെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച പോലെയായി. 7 ലക്ഷത്തോളം. അല്ല, ബൈഡന്റെ കാലത്ത് ഇത് ഉണ്ടായിരുന്നല്ലോ. ബൈഡന്റെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ ഈ ധനവിനിയോഗ ബില്ല് പാസ്സാക്കാത്ത ഒരവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും അവിടുത്തെ രാജ്യത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള പണം ട്രഷറിയിൽ നിന്ന് എടുക്കാനും ഒക്കെയുള്ള അനുമതി അവരുടെ പാർലമെന്റ് പാസ്സാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് പാസ്സാക്കേണ്ടതാണ്. അപ്പം അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് ട്രംപ് പരാജയപ്പെട്ടു. ട്രംപ് സാധാരണ ഇത് ഡെമോക്രാറ്റുകളും കൂടെ പിന്തുണച്ചുകൊണ്ട് ഒക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തായാലും 5 വോട്ടിന് ട്രംപിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫലമായിട്ട് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ളത് ക്ലോസ് ഡൗൺ ചെയ്യുന്ന അവസ്ഥ, പല ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥ. പിന്നെ നമ്മൾ കേൾക്കുന്നതെല്ലാം ക്ലോസ് ഡൗൺ ആണ്. മാർക്കറ്റ് ക്ലോസ് ഡൗൺ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ഡൗൺ, ബാങ്ക് ക്ലോസ് ഡൗൺ. ഇപ്പോൾ ഇതാ കേൾക്കുന്നു നാസ ക്ലോസ് ഡൗൺ. നാസയുടെ പ്രവർത്തനം പോലും ഏതാണ്ട് നിലച്ച പോലെ ആകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് സമീപകാലങ്ങളിലെങ്ങും അമേരിക്കയിൽ ഉണ്ടാകാത്ത ഒരു വലിയ ദുരന്തമാണ്. അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ പോയാൽ അമേരിക്കയ്ക്ക്, അല്ലാതെ തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ക്ലൈമറ്റ് ക്രൈസിസ് അവിടെയുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രഗ്സും ക്രൈമും വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ വേറെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ പരസ്പരം വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യങ്ങൾ ഉള്ളത്, സ്കൂളിലും കോളേജിലും പോലും വെടിവെപ്പ് ഒരു നിത്യസംഭവമാകുന്നു. അതെല്ലാം ഡ്രഗ്സിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിഫലനമാണ് എന്ന് പറയുന്നവർ ഏറെയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ട്രംപിന്റെ വലങ്കൈയായിരുന്ന യുവാവിനെയാണ് വെടിവെച്ച് കൊന്നത്. അല്ല സാർ, അപ്പോൾ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ട്രംപിനെ പഴിചാരുകയാണോ? അപ്പോൾ ഇതിന്റെ കാരണം ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണം ട്രംപിന്റെ നയങ്ങളാണ്, ട്രംപിന്റെ രീതികളാണ്. ട്രംപിന്റെ നയങ്ങളല്ല, നയമില്ലായ്മയാണ്. നയങ്ങളെക്കാൾ നയമില്ലായ്മയാണ് ട്രംപിന് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ട്രംപിന്റെ നയം എന്ന് പറയുന്നത് കഴുത്തറപ്പൻ നയമായിരുന്നു. ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളെയും കൊച്ചാക്കുന്നതും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും, അമേരിക്കയുടെ ഒരു ബന്ധുരാഷ്ട്രമായി നിൽക്കുന്ന നാറ്റോ രാഷ്ട്രങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് ഇന്ത്യ, നമുക്കറിയാലോ, ഇന്ത്യ പൂർണ്ണമായും ഒരു പ്രോ അമേരിക്കൻ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നിട്ട് കുറേ നാളായി. അത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തുടങ്ങിയെങ്കിലും നരേന്ദ്രമോദി വന്നത് വളരെ ശക്തമാക്കുകയും ഏതാണ്ട് പ്രോ അമേരിക്ക ഒരു ലൈനിലേക്ക് തന്നെ നമ്മൾ നീങ്ങുകയും ചെയ്തതാണ്. അപ്പോൾ ഹൗഡി ബോഡിയും അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ട്രംപ് 2ാം ഘട്ടത്തിൽ പ്രസിഡന്റായി വന്നപ്പോൾ താനാണ് ഈ ലോകത്തിന്റെ ഏകഛത്രാധിപതി എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അമേരിക്കയെ പോലും അദ്ദേഹം മുഖവിലക്കെടുത്തിരുന്നില്ല. മെക്സിക്കോയിൽ അടക്കം ഉള്ള പ്രശ്നങ്ങൾക്ക് അദ്ദേഹം രൂക്ഷമാക്കാനിടയാക്കി. അവിടെ ഉണ്ടായിരുന്ന വിദേശ പൗരന്മാർ എന്ന് പറഞ്ഞ് അവിടെ വർഷങ്ങളായി തൊഴിലെടുക്കുന്ന നിരവധി പേരെ അദ്ദേഹം ചവിട്ടി പുറത്താക്കുന്നത് അടക്കമുള്ള, ഇന്ത്യയിലേക്കും ഒക്കെ നമ്മൾ തടവുകാരെ പോലെ കൊണ്ടുവന്ന ബന്ദികളെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുൾപ്പെടെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളോട് അദ്ദേഹം കാണിച്ച പക. ഇതൊക്കെ അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ ദൂരവ്യാപകമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പല അഡ്മിനിസ്ട്രേറ്റേഴ്സും, ഡൽഹിയിലെ സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയാറുണ്ട്. അതായത് ഒരു ഭരണത്തിലിരിക്കുന്ന നേതാവ്, ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തിലിരിക്കുന്ന നേതാവ് അവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അവിടെ നടത്തുന്ന മാറ്റങ്ങൾ വളരെ സാവകാശമേ എടുക്കാവൂ. അടിമുടി മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ തകർന്നു പോകും. നമ്മൾ റഷ്യയുടെ കാര്യത്തിൽ കണ്ടതാണ്. ഗോർബച്ചോവ് വന്ന് പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസും കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം കൈയടിച്ചു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ തലകുത്തി മറിച്ച് വെച്ച് ഏതോ ഒരു ഭയങ്കരമായ വികസനമാണ് നടത്താൻ പോകുന്നത്, മാറ്റമാണ് നടത്താൻ പോകുന്നത്, ജനാധിപത്യമാണ് കൊണ്ടിരുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് കൊണ്ടിരുന്നത്. ഇനി നമ്മുടെ USSR എന്ന് പറയുന്നത് വലിയൊരു
ജനാധിപത്യ രാഷ്ട്രമായിട്ട് മാറാൻ പോകുന്നു, വികസനത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നൊക്കെ ധരിപ്പിക്കുകയും ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കുകയും റഷ്യൻ ജനതയെ ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഗോർബച്ചോവ് വന്നത്. പക്ഷേ ഗോർബച്ചോവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതോടുകൂടി USSR എന്ന് പറയുന്നത് നാമശേഷമാവുകയും ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്ത ഒരവസ്ഥ. ഏതാണ്ട് അതേ രീതിയിലേക്കാണോ ഇപ്പോൾ അമേരിക്കയെ ട്രംപ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കയും ആണോ ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് നമുക്ക് അതിശയം തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പോകുന്നത്. അദ്ദേഹത്തിന് ഡെമോക്രാറ്റുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായി തന്നെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടല്ലോ. കാരണം തെരുവിലാണല്ലോ പലരെ പിരിച്ചുവിടുന്നു, സാമ്പത്തികമായി തകർച്ചയിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെ ട്രംപിനെ എങ്ങനെ ബാധിക്കും? ട്രംപിനെ ഒന്നും ബാധിക്കില്ല. കാരണം വെച്ചാൽ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ കടുകട്ടിയായ ഒരു കാര്യമാണ്. ഇനി ഒരു 3 വർഷത്തേക്കും കൂടെ അവിടുത്തെ ജനത സഹിക്കുക എന്നുള്ളതാണ് എളുപ്പമാർഗമെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അമേരിക്കയുടെ നിയമങ്ങളും അമേരിക്കയുടെ രീതികളും ഒക്കെ വെച്ചിട്ട് ഇംപീച്ച്മെന്റ് സാധ്യമാണ്, പക്ഷെ അതൊരു കടുകട്ടി പ്രയോഗമാണ്, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് പെട്ടെന്ന് മാറ്റി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവിടുത്തെ ഫെഡറൽ കോർട്ടുകളടക്കം അദ്ദേഹത്തിന്റെ പല നയങ്ങളെയും വിമർശിച്ചുകൊണ്ട് പലപ്പോഴായിട്ട് പല പ്രസ്താവനകൾ വന്നു. പ്രതിപക്ഷം ഡെമോക്രാറ്റുകളെല്ലാം വളരെ വയലന്റ് ആണ്. എന്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പോലും പലരും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നു. ജോൺ ബോൾട്ടൺ അടക്കമുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാർ, പഴയ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ അവസ്ഥ ഗുരുതരമാക്കാനേ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികൾ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വിധത്തിലേക്ക് ഏറ്റവും മോശകരമായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്കും രാഷ്ട്രീയ അവസ്ഥയിലേക്കും ട്രംപ് അമേരിക്ക കൊണ്ടെത്തിച്ചിരിക്കുന്നു. അവിടെ സിവിൽ വാർ നടന്നു കഴിഞ്ഞല്ലോ. നമുക്കറിയാമല്ലോ, പിന്നെ 10,000 ജനങ്ങളാണ് തെരുവിലിറങ്ങി റബ്ബർ ബുള്ളറ്റും ഒക്കെ പട്ടാളം പോലീസും ഒക്കെ പട്ടാളത്തിനെ ഇറക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അങ്ങനെ റബ്ബർ ബുള്ളറ്റും ഒക്കെ അവർക്കെതിരെ പ്രയോഗിക്കുകയൊക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ 7 ലക്ഷം പേരെ പിരിച്ചുവിടുമെന്ന് പറയുന്നത്. ആ പിരിച്ചുവിടൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും, ഗോൾഡൻ ഷെക്ക് ഹാൻഡ് എന്ന് പറഞ്ഞ് ഒരു നയം അദ്ദേഹം എടുത്തു. ആവശ്യമുള്ളവർക്ക് പിരിഞ്ഞു പോകാം, പിരിഞ്ഞു പോകാത്തവരെ ഞാൻ പിരിച്ചുവിടും എന്നുള്ള നയത്തിലേക്ക് വരെ അദ്ദേഹം പോവുകയാണ്. ഇതൊന്നും സിവിൽ വാറിലല്ലാതെ മറ്റെന്തിൽ കൊണ്ട് അവസാനിപ്പിക്കും. കാരണം ജനതയ്ക്ക് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ ആ രാഷ്ട്രത്തിന് എങ്ങനെ സുരക്ഷിതത്വം ഉണ്ടാകും? താങ്കളുടെ സുരക്ഷിതത്വം, എന്റെ സുരക്ഷിതത്വമാണ് ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇടക്കാലത്ത് പോലും കരകയറാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? അമേരിക്ക കഴിയും, പക്ഷെ അമേരിക്കയുടെ നയങ്ങൾ, ഈ ഞാൻ പറഞ്ഞില്ലേ, നയമില്ലാത്ത നയങ്ങൾ ഈ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കഴിയില്ല. അമേരിക്കയ്ക്ക് കഴിയും. അമേരിക്ക ആദ്യം ചെയ്യേണ്ടത് ഈ ടാരിഫ് അടക്കം ഉള്ള ഇത്തരം പ്രതിസന്ധി ഉള്ളത് കൊണ്ടായിരിക്കും താരിഫ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി ഉണ്ടായെന്നാണ് ഞാൻ പറയുക. കാരണം അതാണ് നരസിംഹറാവുവിന്റെ കാര്യം പറഞ്ഞത്. ഒരു സിസ്റ്റം നടന്നു പോകുമ്പോൾ ആ സിസ്റ്റത്തിനെ നമ്മൾ കുറേശ്ശെ മാറ്റാവും. ഒരു 5%, 2% ഒക്കെ ടാരിഫ് വർദ്ധിപ്പിക്കുന്ന 100% ടാരിഫ് വർധന, 25% മുതൽ തുടങ്ങി അത് 50ആയി, 100ആയി, 200 വരെ ഞാൻ ആക്കിക്കളയുമെന്ന് പറയുന്ന മണ്ടൻ നയങ്ങളാണ് ട്രംപ് പലപ്പോഴും പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഒരു രാഷ്ട്രത്തിന് ലോകരാഷ്ട്രങ്ങളുടെ പിടിച്ചു നിൽക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? മേക്ക് അമേരിക്ക ഫസ്റ്റ് ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിനു വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം, കാരണം ഈ രാജ്യങ്ങൾ പുതിയ കമ്പോളങ്ങൾ തേടി പോകും. തീർച്ചയായിട്ടും കമ്പോളങ്ങൾ തേടുന്നത് മാത്രമല്ല, പ്രതിരോധത്തിന് വരും. നമ്മളെ ഇപ്പം പിന്നെ നമ്മുടെ നിലനിൽപ്പിന് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് എപ്പോഴും എങ്ങനെയാണ് നടത്തേണ്ടത്?